ഇതാണ് ഞങ്ങളുടെ ആശുപത്രി, സാമുവൽസ് ഹോസ്പിറ്റൽ. വണ്ടർഫുൾ. കണ്ടാ പേടിയാവും. പേരിന് വന്നു പോകുന്ന ഒരു ഡോക്ടർ, 2 നേഴ്സ്, അങ്ങനെയായിരുന്നു ഇവിടെ. വെറുതെ ആളുകളുടെ കണ്ണി പൊടിയിടാൻ. മൊത്തം പൊടിയാ. പിന്നെ എന്തിനാ ഇതുവരെ നടത്തിയിരുന്നത്? വാ പറയാം. പണ്ടിത് ഞങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് സെന്റർ ആയിരുന്നു. എൻ്റെ അപ്പനായിരുന്നു പ്രധാന ഇൻസ്ട്രക്ടർ. ഞാനും ഇവിടെ തന്നെയാണ് ട്രെയിനിങ് നടത്തിയത്. പിന്നീട് ആ ഐസക്കും ഗ്രൂപ്പും ഇത് ലേലത്തിൽ പിടിച്ചതോടെ ഇതൊരു അനാശാസ്യ കേന്ദ്രമായി. മദ്യവും പെണ്ണും ചൂതും വാതുവെപ്പും അങ്ങനെ എല്ലാ വൃത്തികേടുകളും. സങ്കട ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെന്നാണ് ആഗ്രഹം. വാ. പപ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ ചോദിക്കടോ. ആ ട്രെയിനിങ് സെന്റർ ഞങ്ങൾ നടത്തിക്കോട്ടെ? താൻ വണ്ടി നിർത്തിക്കേ. താൻ എന്താ പറഞ്ഞത്? അല്ല, ഞങ്ങളേതായാലും ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് തീരുമാനിച്ചാ വന്നത്. ഇതാവുമ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന പണിയാണല്ലോ. നല്ല രീതിയിൽ ഞങ്ങൾക്കതിന് കഴിയും. നമുക്കേ ഓരോ സ്മോൾ കഴിച്ചാലോ? എനിക്ക് വയ്യ. സന്തോഷം വരുമ്പോഴേ ഒന്ന് കഴിക്കണം. എന്നാലും ഒരു ബിങ്കോൾഫി ആവുള്ളൂ. ഇത് 5ാമത്തെയാണ്. ഇനി ചേഴ്സ് വേണ്ടട്ടാ. ഓരോന്നിനും കൈവെക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തോണ്ടാ. പോടാ അവിടുന്ന്. സന്തോഷം കൊണ്ടാടാ. നിനക്കറിയാവോ, എനിക്ക് 2 മക്കളെ കൂടിയാണ്. എന്റെ മനസ്സറിയാവുന്ന മക്കള്. നീ എന്റെ ഐശ്വര്യമാടാ, നീ എന്റെ ഭാഗ്യമാടാ. നിങ്ങൾ എന്റെ പുന്നാര. എന്ത് മക്കളാടാ? പേര് പറയുന്നു വൃത്തികെട്ടവനെ. എന്ത് മക്കളാടാ? മരുമക്കള്. അതിനും അപ്പുറം, ഒരുപാട് അപ്പുറം. ചക്കരെ, നീ എനിക്ക് ഒരു സ്മോളോട് വിളിച്ചതാടാ. ആരോഗ്യം നോക്കണോ? എന്താരോഗ്യം, എന്തായുസ്. എന്റെ പെമ്മക്കളെ 2നെ ഇത്രയൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ മോനെ. ഇനി 2 നല്ല ചെക്കന്മാരെ കണ്ടുപിടിച്ച് അവരെ കൈ പിടിച്ചൊന്ന് ഏൽപ്പിക്കണം. അത്രയുള്ള ആഗ്രഹം. അത് പപ്പ, ഈ നല്ല ചെക്കന്മാരെന്ന് വെച്ചാ എടാ, അത് നല്ല ആരോഗ്യമുള്ള, അതൊക്കെ നല്ല മനസ്സുള്ള, അതും ഒക്കെ നല്ല സൗന്ദര്യമുള്ള. അയ്യോ, 2 നല്ല ചെറുക്കന്മാര്. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ ഡാടാ, സാറേ, സൗന്ദര്യ ഒരു രോഗമല്ല, അതൊരു ശാപമല്ലേ. വലിയ പോട്ടെ. പപ്പ, പപ്പായ്ക്ക് ഞങ്ങളെപ്പറ്റി എന്താ അഭിപ്രായം? നല്ല കുടിയന്മാരാണല്ലേ? പപ്പ, ഞങ്ങളെ അങ്ങനെ സ്ഥിരം മദ്യപാനീയരായിട്ട് കാണരുത്. അത് സാരമില്ലടോ. മദ്യപിക്കുന്ന ഒരു തെറ്റല്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നല്ലവർ തമ്മിൽ കൂടുമ്പോ. എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയണം. എന്താ പപ്പ? എന്റെ മക്കളുടെ കാര്യമാ.
ഞാൻ എങ്ങനെയാ പറയണേ? എങ്ങനെയെങ്കിലും പറ. അതായത് നിങ്ങൾ നല്ലവരാ, അവിവാഹിതർ. നിങ്ങൾക്ക് ഏതായാലും ഏതായാലും അല്ല വേണ്ട, പിന്നെ പറയാം. പറ പപ്പ പറയാം പിന്നെ. പ്ലീസ്. ഒരു 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 വേണ്ട പ്ലീസ് പപ്പ പ്ലീസ്. അയ്യേ വേണ്ടെന്നേ, പിന്നെ പറയാം. പപ്പ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ, ആ ചമ്മൽ അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് പറ. അല്ല അപ്പൊ എന്റെ ആരോഗ്യം ആരോഗ്യമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ തന്നെ ഉണ്ട്, അങ്ങോട്ട് പിടിപ്പിക്ക്, എന്നിട്ട് പറ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ അത് പറയണില്ല. ബ്രദറെ മക്കളെ, പപ്പ പപ്പ ഓക്കെ അല്ലേ? ഓക്കേണോ? എന്തൊരു രസം. അയ്യോ എന്തുപറ്റി? പപ്പ 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 പോടാ പോക്കെ. ബ്രദറെ പപ്പ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? പോടെ പോർക്കേന്ന്. നീ പോയിക്കട പന്നി. പപ്പ നമ്മുടെ കല്യാണക്കാരൻ തന്നെയല്ലേ പറഞ്ഞത്? ആയിരിക്കും, പക്ഷെ അങ്ങോട്ട് വ്യക്തമായില്ലല്ലോ. പപ്പ പപ്പ അതെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും സാറുമാരെ. നാളെ നേരം വിളക്കുമ്പോ സാറിനെ പറ്റുമ്പോ ചോദിച്ചു മനസ്സിലാക്കല്ല. ശവം ഉറങ്ങാൻ നെഞ്ചിനകത്ത് തീയരിയുമ്പോഴാണ് കടന്നുറങ്ങുന്നത്. പപ്പ 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 ഒരു മുട്ടൻ ഐഡിയ ഉണ്ട്. എന്ത്? ഫിറ്റ് ആയിട്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒരു ഒറ്റ മൂല്യമുണ്ട്. എന്താ എന്താ അത്? ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ഒരു സ്മോൾ ഒഴിക്കുക, എന്നിട്ട് അതില് മറ്റൊരു സ്മോൾ ഒഴിക്കുക. അതങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പൊ ഫിറ്റ് ഇറങ്ങും. അപ്പൊ 2 സ്മോൾ കൊടുത്താ പോരെ? അയ്യോ അപ്പൊ ഡ്രൈ ആയി പോവൂലേ. സോറി സോറി, യു ആർ കറക്റ്റ്. കൊടുക്കട്ടെ സാറേ. എന്ത് കുന്തമായാലും വേണ്ടില്ല, ഇന്ന് ന്യൂസ് അറിയണം. ഇന്ന് 2-ലൊന്നും അറിയും. ബാല നീ ടൂൾസ് എടുക്കടാ. ടൂൾസാ? ബ്രാൻഡ് എടുക്കടാ. ഓ ബ്രാൻഡി. പപ്പ 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 പൊളിപപ്പ വാ, പൊളിപപ്പ സൂക്ഷിച്ചൊഴിക്കും. പൊളിപപ്പ. ഒരു ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല പണി ഉണ്ടായിരുന്നു. അതിന് ട്യൂബിനിപ്പോ ഒരു തുള്ളി പോലും പുറത്ത് പോകരുത്. വാരികൃഷ്ണം വായന കുത്തി കയറ്റിയിട്ട് ഒഴിച്ചു. ബ്രദറെ നല്ല ചുട്ട പെടോട്ടാ. നിങ്ങളൊന്ന് വാ തുറക്കുന്നേ. എല്ലാരും അങ്ങ് മാറിയത്. ഷെർലിയല്ലേ? ആരാടോ ആരാടോ നിങ്ങൾ? ആരാണെന്ന്? അതെ ഞങ്ങളീ ബ്രദറെ അല്ല, ഞങ്ങൾ ഇതിലേ ഇങ്ങനെ പോകുമ്പോ പപ്പയുടെ അല്ല സാറിന്റെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എന്താ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നേ? സാറ് ഫുഡ് കഴിച്ച് ഓവറായപ്പോൾ നോർമലാവാൻ ജ്യൂസ്. പപ്പ ജ്യൂസോ? ആ ആപ്പിൾ ജ്യൂസ്. കളർ കണ്ടില്ലേ? ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചല്ലേ? പറ്റിച്ചേ. ഷേർലി, പപ്പ കുടിച്ചിട്ടുണ്ട്. ഇതാണോ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ് ആണ്. ഇറങ്ങടോ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങുന്നോ അതോ പോലീസിനെ വിളിക്കണോ? കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. വാടകയ്ക്കോ? ഇവിടെയോ? ആ ഇവിടെ മുകളിൽ 1000 രൂപ ഞങ്ങൾ ഓരോരുത്തരും വാടക കൊടുക്കുന്നുണ്ട്. സാർ ഇവിടെ ഒറ്റയ്ക്കാ, മക്കളൊക്കെ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോ കഷ്ടം തോന്നി. വയസ്സായ ആളല്ലേ, ഒരു കമ്പനിക്ക് ഞങ്ങളും കൂടെ ഒപ്പം താമസിച്ചു. ശരി, വാടകയ്ക്ക് താമസിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്? ബോധമില്ലാത്ത ഒരാളെ പിന്നെ കുടിപ്പിച്ച് കൊല്ലാൻ നോക്കുക. അയ്യോ, ബോധമില്ലാത്ത ആളായിരുന്നു, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അല്ലേ ബ്രദറെ? സോറി സോറി. വേണ്ട. അയ്യോ ദാ പോവാ. ഷേർലി, നീ എന്താ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു. വാടകയ്ക്ക് താമസിക്കുന്നവരാ, വാടകയ്ക്ക് താമസിക്കുന്നവരാ.
ഷാളി വേണ്ട. കച്ചറേ ആ വാതിലും കൊട്ടി അടച്ചു.